സിനിമാ സംവിധായകൻ ബ്ലസി 24-നൊപ്പം ചേരുകയാണ്. തെരഞ്ഞെടുപ്പ് കാലഘട്ടമാണ്. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങളിൽ എന്താണ് നിലപാട്, ഇക്കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കും. നമസ്കാരം. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് സമയമാണ്. അപ്പോൾ തിരുവല്ലയിൽ വലിയ തരത്തിലുള്ള മത്സരം നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തിരുവല്ലയിലെ പ്രമുഖരായ രണ്ട് സ്ഥാനാർത്ഥികളും എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. പക്ഷെങ്കിൽ ഇത്തവണ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് തിരുവല്ലയുടെ ആവശ്യങ്ങളാണ്. കാരണം സാംസ്കാരിക രംഗത്ത് പ്രത്യേകിച്ച് കഴിഞ്ഞ ഏറെ നാളുകളായി തിരുവല്ലയിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഇവിടെ ഒരുപാട് കാര്യങ്ങളുടെ കുറവുണ്ട്. കാരണം ഒരു നാടിനെ ഏറ്റവും സമ്പന്നമാക്കുന്നത് ഒരു ലൈബ്രറിയാണ്. ഇവിടെ ഒരു പബ്ലിക് ലൈബ്രറി ഉണ്ടായിരുന്നു. ആ ലൈബ്രറിയിലൂടെയാണ് ഞാനൊക്കെ വായിച്ചു വളർന്നത്. പക്ഷേ ഇന്ന് അങ്ങനെയില്ല. ഒരു കമ്മ്യൂണിറ്റി ഹാളില്ല. കാരണം ഇവിടെ ഒരു നാടകം നടത്തണമെങ്കിലൊക്കെ നമ്മളിപ്പം MG സോമൻ ഫൗണ്ടേഷൻ്റെ പേരിലുള്ള അഖില കേരള നാടക മത്സരം നടത്തിയപ്പോൾ നമുക്ക് അങ്ങനെ ഒരു വേദി ഇല്ലാത്തതിൻ്റെ പ്രശ്നമുണ്ട്. KG ജോർജിനെ അനുസ്മരണാർത്ഥം നടന്ന ഒരു ഫിലിം ഫെസ്റ്റിവൽ നടത്തേണ്ടി വന്നപ്പോൾ ഒരു ഹോസ്പിറ്റലിൻ്റെ തിയേറ്ററിൽ നിന്നിട്ടാണ് നമ്മൾ സിനിമ കാണിക്കേണ്ടി വന്ന ICUവിനോട് ചേർന്നുള്ള വിലുവേഴ്സ് ഹോസ്പിറ്റലിൻ്റെ ICUവിനോട് ചേർന്നുള്ള തിയേറ്ററിൽ നിന്നിട്ടാണ് നമ്മൾ സിനിമ. അപ്പം അങ്ങനെ ഒരു സിനിമ തിയേറ്റർ പോലും നമുക്ക് ഈ നാട്ടിലില്ല എന്ന് പറയുന്നത് സാംസ്കാരിക, പ്രത്യേകിച്ച് സ്റ്റേഡിയത്തിൻ്റെ ആണെങ്കിലും അങ്ങനെ വികസനത്തിന് ഒരുപാട് സാധ്യതകളുള്ള, ഒരുപാട് ലോകമെമ്പാടും പടർന്നു നിൽക്കുന്ന മലയാളികളുള്ള തിരുവല്ലയിൽ അത്തരത്തിലുള്ള പുതിയ തരത്തിലുള്ള വികസനങ്ങൾ, പ്രത്യേകിച്ച് സാംസ്കാരിക രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. അതുതന്നെയാണ് നമ്മൾ ഈ രാഷ്ട്രീയക്കാരോട് മുന്നിലേക്ക് വയ്ക്കുന്ന നമ്മളുടെ ചോദ്യവും. അതിനാണ് നമ്മൾ ഈ പ്രാവശ്യം വോട്ട് നൽകുക. ഇത്തവണത്തെ ബ്ലസിയുടെ പിന്തുണ അത് UDF സ്ഥാനാർത്ഥി വർഗീസ് മാമനായിരിക്കും എന്നുള്ളതാണ് ആ വരികൾക്കിടയിലൂടെ വായിക്കേണ്ടത്, അല്ലേ? അല്ല, അത് സ്വാഭാവികമായിട്ടും. കാരണം കഴിഞ്ഞ 10-20 വർഷക്കാലമായിട്ട് നമുക്ക് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു രീതിയിൽ നിന്ന് ഒരു മാറ്റം വന്നാലോ, അല്ലെങ്കിൽ ഇത് നേരത്തെ 20 വർഷങ്ങൾക്ക് മുമ്പേ അല്ലെങ്കിൽ 20 വർഷത്തിനുള്ളിൽ സാധിക്കാമായിരുന്നാണല്ലോ. ഇപ്പം തിരുവല്ല ബസ് സ്റ്റാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒരു ചാരിറ്റി ട്രസ്റ്റിൻ്റെ വകയായിട്ട് നമ്മളൊരു ഹെറിറ്റേജ് മ്യൂസിയം ചെയ്യാനായിട്ട് ആഗ്രഹിച്ച് എല്ലാ പ്രപ്പോസലും എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിരിക്കുകയാണ്. കാരണം തിരുവല്ലയുടെ ചരിത്രം അതിലൂടെ പറയുവാനായിട്ടാണ്. അപ്പോൾ സാംസ്കാരികമായിട്ട് പല ഇടപെടലുകളും ഒരു കൾച്ചറൽ സെൻറ്റർ തിരുവല്ലയ്ക്ക് ആവശ്യമായിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ്. പക്ഷേ അതിനെയൊക്കെ തടസ്സം നിൽക്കുന്ന തരത്തിൽ എന്ന് വെച്ചാൽ ബസ് സ്റ്റാൻഡൊക്കെ വെറുതെ കിടക്കുകയാണ്. അവിടുത്തെ തിയേറ്റർ രണ്ട് തിയേറ്ററുകൾ ചെയ്യാനായിട്ടുള്ള നമ്മൾ ഞാൻ KSFDC മെമ്പറായിരുന്ന സമയത്ത് കൊണ്ടുവന്നപ്പോൾ, പക്ഷേ ഒരു സാധാരണ ഒരു തിയേറ്ററിനുള്ള സ്പെസിഫിക്കേഷനല്ല അത് പണിത് വെച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് അവിടെ തിയേറ്റർ വരാതെ ശൂന്യമായി കിടക്കുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ ഒരു കൾച്ചറൽ സെൻ്ററായിട്ട് മാറ്റുവാനായിട്ട് നേതൃത്വങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ കഴിയുന്നതാണ്. പക്ഷേ കഴിഞ്ഞ ഈ വർഷക്കാലയളവിൽ ഈ പറയുന്ന ജനപ്രതിനിധിയായിട്ടുണ്ടായിരുന്ന മാത്യു ടി തോമസ് വേണ്ടത്ര രീതിയിൽ ഇടപെടൽ നടത്തിയിട്ടില്ല എന്നുള്ളത് വസ്തുതയാണല്ലേ? അല്ല, അത്തരത്തിൽ നമ്മൾ രാഷ്ട്രീയമായിട്ട് ആരെയും ചെറുതാക്കി കാണിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, രണ്ടുപേരും എൻ്റെ സുഹൃത്തുക്കളാണ്. പക്ഷെങ്കിൽ നാടിന് ആവശ്യം വികസനമാണ്. വികസനത്തിനോടൊപ്പം ഈ വർഷം നമ്മൾ നിൽക്കും എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഇപ്പോൾ ഇടതുമുന്നണി, ഇടതുപക്ഷം എപ്പോഴും കലാകാരന്മാരെ ചേർത്ത് പിടിക്കുന്ന, സാംസ്കാരിക രംഗത്തുള്ള ആളുകളെ ചേർത്ത് പിടിക്കുന്ന ഒരു സമീപനം കഴിഞ്ഞ കാലങ്ങളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അതിന് എന്തെങ്കിലും തരത്തിലുള്ളൊരു മാറ്റം വന്നു എന്ന് തോന്നുന്നുണ്ടോ? കാരണം കോമാളി അടക്കമുള്ള പരാമർശങ്ങൾ മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അതൊക്കെ ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചുകൊണ്ട് യോജിച്ചതാണോ? അല്ലെങ്കിൽ കലാകാരന്മാരെ വേണ്ടത്ര രീതിയിൽ ചേർത്ത് പിടിക്കുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ടോ? ഈ പഴയ കാലത്ത് തമാശ പറയുന്ന ആൾക്കാരെയാണ്, തമാശ പ്രതിഫലിപ്പിക്കുന്ന ജോക്കേഴ്സ്, അങ്ങനെയൊക്കെയുള്ളവരെ കോമാളി എന്നുള്ളൊരു വാക്കോടുകൂടി വിശേഷിപ്പിച്ചിരുന്നത്. പക്ഷേ എന്തുകൊണ്ടോ ഒരാളെ ചിരിപ്പിക്കണമെങ്കിൽ ഞാൻ ഒരുപാട് പേരെ കരയിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷേ ചിരിപ്പിക്കുവാനും അതിലും ഏറെ പ്രയാസമുള്ളൊരു കാര്യമാണെന്നുള്ളത് ഈ പറയുന്ന ആൾക്കാർക്ക് മനസ്സിലാകാതെ, അഭിനയത്തിനെക്കുറിച്ച് ഡീറ്റെയിലായിട്ട് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അതുകൊണ്ട് വന്നു പോകുന്നതാണ്. അതായത് ഏറ്റവും എളുപ്പമുള്ള പണി ചിരിപ്പിക്കുന്നതാണെന്ന് വിചാരിക്കുന്ന ചില ചിന്തകളിൽ നിന്ന് വന്നു പോകുന്നതാണ് അത്തരത്തിലുള്ള കാര്യം. ഏറ്റവും പ്രയാസമായ കാര്യമാണ് ഒരു കോമഡി സിനിമ ഇറക്കുക എന്ന് പറയുന്നതും അല്ലെങ്കിൽ മറ്റുള്ളവരെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ അത്രയും കഷ്ടപ്പാടുള്ള കാര്യത്തെ ഇങ്ങനെ അല്ലെങ്കിൽ ഒരു കളിയാക്കുന്നത് പോലെ, അല്ലെങ്കിൽ അവരെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ രാഷ്ട്രീയ നേതാക്കൾ ചെയ്യുന്നത് ശരിയാണോ?
അത് രാഷ്ട്രീയമായ ചില പ്രയോഗങ്ങളായിട്ടാണ് അദ്ദേഹം പിന്നീട് അതിനെ തിരുത്തി പറഞ്ഞിരിക്കുന്നത്. അതൊരു യൂസേജ് എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് കോമാളി എന്നുള്ള അതിൻ്റെ ഡെഫിനിഷൻ മാത്രം ഞാൻ പറഞ്ഞു എന്നുള്ളൂ. കോമാളി എന്ന് പറയുന്നത് അഭിനയത്തിൻ്റെ ഒരു വലിയ സാധ്യതയുള്ള ഇടമാണെന്ന് മാത്രമേ ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാൻ കഴിയൂ. അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ആ ഒരു പരാമർശം ശരിയായി പോയില്ല എന്നുള്ള അഭിപ്രായമുണ്ടോ? ആ പദത്തിനെ വളരെ ഗ്ലോറിഫൈ ചെയ്താണല്ലോ ഞാൻ പറയുന്നത്. അപ്പോൾ ആ പദം കോമാളി എന്ന പദം എന്ന് പറയും. കോമാളി ഒരു ചെറിയ കാര്യമല്ല. കോമാളിത്തരം എന്ന് പറയുന്നതിൻ്റെ മറ്റുള്ളവരെ രസിപ്പിക്കുന്ന, ചിരിപ്പിക്കുന്ന, അല്ലെങ്കിൽ അവരെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അഭിനയ രംഗത്ത് ചെറിയ കാര്യമല്ല എന്നുള്ളതാണ് അതിൻ്റെ. അപ്പോൾ അവസാനമായിട്ട് എന്തായാലും തിരുവല്ല ഇത്തവണ മാറി ചിന്തിക്കും എന്നുള്ള കാര്യങ്ങൾ ഉറപ്പിക്കാം അല്ലേ? തീർച്ചയായും ഒരു മാറ്റം ആവശ്യമാണ് തിരുവല്ലയ്ക്ക്. അത് ആര് ജയിച്ചാലും തിരുവല്ലയിൽ അതല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ഇതിന് ശേഷം ഉണ്ടാകുന്ന ഒരു സമരം തന്നെ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം അത്രയധികം നമ്മൾ സാംസ്കാരികമായി പിന്നോട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ എന്തായാലും തിരുവല്ല നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതൊക്കെ രീതിയിലുള്ള വികസനം സാധ്യമാകുമോ അതൊന്നും ഈ കഴിഞ്ഞ കാലയളവിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു കാര്യങ്ങൾ കൂടി ഒരു ദുഃഖത്തോടു കൂടി തന്നെയാണ് സംവിധായകൻ ബ്ലസി പറയുന്നത്. കാരണം തിരുവല്ലയ്ക്ക് ഒരു മാറ്റം ഉണ്ടാക്കണം, ഈ രീതിയിൽ പോയാൽ പോരാ, ഒരു മാറ്റം തിരുവല്ലയ്ക്ക് അനിവാര്യമാണ് എന്നുള്ള ആഗ്രഹം കൂടി അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ തിരുവല്ലയുടെ മാറ്റം അത് ഇനി വരും കാലങ്ങളിൽ സാധ്യമാകും എന്നുള്ള പ്രതീക്ഷ കൂടിയാണ് ബ്ലസി പങ്കുവെക്കുന്നത്. സഞ്ജയ് ഇക്ബാലിനൊപ്പം ഷിജോ കുര്യൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.